ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ നല്ലൊരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കയാൽ ഈ അനുഗ്രഹീത ദിവസവും ദൈവവചനം കേട്ട് കർത്താവിൽ ബലപ്പെടാൻ, ധന്യരാകാൻ വീണ്ടും ദൈവം തരുന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വചനത്തിനായി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്തൃസന്നിധിയിൽ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് അതിനകത്തുനിന്നുള്ള ആത്മീക പൊരുൾ കർത്താവിൻ്റെ ഹൃദയപ്രകാരം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തരുന്ന ഓരോ അവസരങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഇന്നും ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇതിനൊക്കെയും ദൈവം യോഗ്യനാക്കി കൃപയും ബലവും തന്ന് നിർത്തുന്ന ദൈവത്തിൻ്റെ ആർദ്രകരുണയ്ക്കും മനസ്സലിവിനും ദൈവത്തോട് ഒത്തിരി സ്തോത്രവും നന്ദിയും സ്തുതിയും കരയറ്റിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓരോരുത്തരോടും നമ്മെ ധൈര്യപ്പെടുത്താനും ബലപ്പെടുത്താനും ഉപദേശിപ്പാനും പഠിപ്പിപ്പാനും ഇന്ന് ഹൃദയത്തിൽ ദൈവം തരുന്ന ദൈവവചന ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂട്ടാതെ കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തല്ലോ. യാക്കോബ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ലാബാൻ്റെ വീട് വിട്ടു പോരുമ്പോൾ യാബോക്കിനോട് അടുക്കുന്ന സമയത്ത് ഏശാവ് 400 ആളുകളുമായി തനിക്കെതിരെ വരുന്നു എന്ന ഒരറിവ് കിട്ടിയപ്പോൾ യാക്കോബ് ഭയപ്പെട്ടു പോയി. എത്ര തന്ത്രശാലിയാണെങ്കിലും എത്ര മിടുക്കനാണെങ്കിലും തനിക്കെതിരെ ഒരു വലിയ നീക്കം നടക്കുന്നു, അതും ജ്യേഷ്ഠൻ 400-ൽ പരം ആളുകളുമായി തനിക്കെതിരെ വരുന്നു എന്നൊരറിവ്. സത്യത്തിൽ ഏശാവ് 400 ആളുകളുമായി വരുന്നത് എന്തിനാണെന്നുള്ളൊരു പൂർണ്ണ വെളിപ്പാട് കിട്ടിയിട്ടില്ല. യാക്കോബിൻ്റെ ഭയം എന്നെ മനസ്സോടെ സ്വീകരിക്കാനും എന്നെ ഉൾക്കൊള്ളാനാണെങ്കിൽ 400 പേരുമായിട്ട് വരേണ്ട കാര്യമില്ലല്ലോ ചേട്ടന്, ഒറ്റയ്ക്ക് വന്നാൽ മതി. പക്ഷെ 400 ആളുകളുമായി വരുന്നത് യാക്കോബിനെ ഭയപ്പെടുത്തി. പെട്ടെന്ന് ആ ഉൾഭയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, അഥവാ ദൈവത്തോട് പറയുക. എന്താ ദൈവത്തോട് പറയുന്നത്? 11-ാമത്തെ വാക്യത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവൻ വന്ന് എന്നെയും മക്കളെയും തള്ളയെയും, അഥവാ യാക്കോബിൻ്റെ ഭാര്യമാരെയും ഇവരെല്ലാവരെയും നശിപ്പിക്കുമെന്ന്, കൊന്നുകളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉള്ളിൽ ഭയം കയറി, മരണഭയം, ഞങ്ങളെല്ലാവരെയും നശിപ്പിക്കും, ഇല്ലാതാക്കും എന്നുള്ള തീവ്രമായ ഒരു ഉൾഭയം യാക്കോബിൻ്റെ അകത്ത് കയറി. ഈ ഭയത്തിൻ്റെ വെളിച്ചത്തിലാണ് യാബോക്കിൻ്റെ തീരത്ത് എല്ലാവരെയും അക്കരെ കിടത്തിയിട്ട് അതിസാഹസികമായ രീതിയിൽ, ഒരുപക്ഷെ എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ, വളരെ പ്രസിദ്ധമായ നിലവാരത്തിൽ യാബോക്ക് തീരത്ത് ദൈവവുമായിട്ടുള്ള മൽപ്പിടുത്തവും ദൈവം തുടയുടെ തടം തൊട്ട് ഉളുക്കി അങ്ങനൊരു നിലവാരത്തിലേക്ക് ഒക്കെ മാറ്റപ്പെടുന്നൊരു വലിയ സ്ഥിതി ഉളവായത് ഈ ഭയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇന്ന് ഏശാവ് തേടി വരുന്നതോ നശിപ്പിക്കാൻ നോക്കുന്നതോ യാബോക്ക് തീരത്ത് വെച്ച് മൽപ്പിടുത്തം നടത്തിയതൊന്നുമല്ല ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഉള്ളിൽ ഭയം കയറി നശിക്കും, അല്ലെങ്കിൽ ഏശാവ് നശിപ്പിക്കും, ഇല്ലാതാക്കും എന്നുള്ള ഭയങ്കരമായിരിക്കുന്ന ഉൾഭയം, ആ ഭയത്തിൻ്റെ വലിയ ഭീകരതയിൽ ഉള്ളു കത്തി നിൽക്കുമ്പോൾ യാക്കോബ് ദൈവത്തോട് വെറുതെ കിടന്ന് പറയുകയല്ല, ഒരു വാഗ്ദത്തം ഓർത്തു. ആ വാഗ്ദത്തം ദൈവത്തെ ഓർപ്പിക്കുകയാണ്. എന്താണ് വാഗ്ദത്തം? വാഗ്ദത്തം എപ്രകാരമാണ്? ദൈവം യാക്കോബിനോട് പറഞ്ഞിട്ടുണ്ട് 12-ാമത്തെ വാക്യത്തിൽ, അങ്ങ് ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാതെ വണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്നും അരുളി ചെയ്തുവല്ലോ.
ഈ വാഗ്ദത്തം, ദൈവം തന്നോട് പറഞ്ഞ ഈ വാക്ക് തൻ്റെ ഉള്ളിലെ ഭയം കയറിയ സമയത്ത് ദൈവത്തോട് പറയുക, അത് ഓർത്തെടുത്ത് ദൈവത്തോട് പറയുക. സാധാരണ നമുക്ക് സംഭവിക്കാറുള്ളത്, പ്രശ്നങ്ങളെ നേരിടുമ്പോൾ, പ്രതിസന്ധികളെ നേരിടുമ്പോൾ, ഭയം ഉള്ളിൽ കയറുമ്പോൾ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുകയാണ് പതിവ്. ഹാഗാറിന് അങ്ങനെയാണ് പറ്റിയത്. ഹാഗാറിനോട് ദൈവം പറഞ്ഞിരുന്നു, നിൻ്റെ സന്തതിയെ ഞാൻ വലിപ്പത്തിൽ പെരുപ്പം കൊണ്ട് നിറയ്ക്കും, അവർ സഹോദരനെതിരെ പാർക്കും എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ മരുഭൂമിയിലെ കഠോരത ജീവിതത്തിന് നേരെ വന്നപ്പോൾ ഹാഗാർ വാഗ്ദത്തം മറന്നുപോയി. ഹാഗാർ കരയാൻ തുടങ്ങി. അയ്യോ, എൻ്റെ കുഞ്ഞിപ്പം ചത്തുപോകുമേ, മരിച്ചു പോകുമേ എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി. അവിടെയാണ് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ടൊരു ശാസനയുടെ സ്വരത്തിൽ ചോദിക്കുന്നത്, ഹാഗാറേ, നിനക്കെന്ത്? എന്നാൽ യാക്കോബിൻ്റെ കാര്യത്തിൽ ഉള്ളിൽ ഇതുപോലെ ഭയം തട്ടി. ഇവിടെ വെച്ച് കഴിഞ്ഞ ദീർഘവർഷമായി സമ്പാദിച്ചതും കരുതിയതും അധ്വാനിച്ചതും സ്വപ്നം കണ്ടതും ഇതെല്ലാം ഇവിടെ വെച്ച് തീരുമോ എന്നുള്ള വലിയ ഭയം. ഈ ഭയം യാക്കോബിൽ തട്ടിയപ്പോൾ പെട്ടെന്ന് യാക്കോബ് ഓർത്തത്, ആരും ഓർപ്പിച്ചതല്ല, തന്നെത്താൻ ഓർത്തത്, എന്നോട് എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നന്മ ചെയ്യുമെന്നും എൻ്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് വലുതാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങളെ ഓർപ്പിക്കുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഒരുപാട് പേര് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ദൈവം നമ്മോട് പറഞ്ഞിരുന്ന കാര്യം മറന്നു പോകാനാണ് സാധ്യത. വചനത്തിലും ആനുകാലികമായിട്ടും ഒത്തിരി പേർ ദൈവം പറഞ്ഞത് മറന്നാൽ നമ്മുടെ അങ്കലാപ്പ് കൂടും. എന്നാൽ ദൈവം നമ്മോടും നമ്മുടെ മക്കളോടും നമ്മുടെ ജീവിതത്തോടും നമ്മുടെ ശുശ്രൂഷയോടും എന്ത് പറഞ്ഞിട്ടുണ്ടോ അതൊരിക്കലും മറക്കരുത്. ഏത് കഷ്ടങ്ങളുടെ നടുവിലും, ഏത് പ്രയാസങ്ങളുടെ നടുവിലും, പ്രതിസന്ധികളുടെ നടുവിലും മറക്കാതെ മുറുകെ പിടിക്കേണ്ടത് ദൈവം നമ്മോട് പറഞ്ഞത്. എല്ലാവരോടും ദൈവഭക്തരായി ദൈവാശ്രയത്തോടെ കർത്താവുമായിട്ട് മുട്ടിച്ചേർന്ന് ആത്മീക ജീവിതം നയിക്കുന്ന എല്ലാവരോടും നമ്മുടെ ദൈവം എന്തെങ്കിലും പറയാതിരിക്കില്ല. നിങ്ങൾ ആരാകും, നിങ്ങൾ എന്താകും, അംശമായിട്ടാണെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ഉറപ്പിലാണ്, ആ ഒരു ധൈര്യത്തിലാണ് നമ്മളീ പലരും മുന്നോട്ട് പോകുന്നത്. എന്നോടെൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്. കഷ്ടങ്ങളില്ലാത്തതുകൊണ്ടല്ല, നിന്നയും പ്രതിസന്ധികളും മനസ്സ് മടുപ്പിക്കുന്ന പ്രതികൂലങ്ങളും ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ എന്നോടെൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്തു പറഞ്ഞിട്ടുണ്ട്? ഞാൻ നിന്നെ മാനിക്കുമെന്നും എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്താണെന്നും ഞാൻ ആരുടെ മുമ്പിൽ പോയിരുന്നിങ്ങനെ ചോദിക്കത്തില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം വിവിധ ഘട്ടങ്ങളിൽ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ നേരിട്ടാലും വാഗ്ദത്തം മറക്കരുത്. സ്വർഗം പറഞ്ഞതേ നടക്കുള്ളൂ. ഇവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യാക്കോബ് പറഞ്ഞു, അങ്ങെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വെച്ച് തീരുമെന്നല്ല, അങ്ങെനിക്ക് നന്മ തരുമെന്നും എൻ്റെ മക്കളെ പെരുപ്പം കൊണ്ട് വലുതാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കിനെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ യേശാവ് 400 പേരും അല്ല, 40,000 പേരെതിരെ വന്നാലും നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞതേ നടക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വാക്ക് മാറിയല്ല, നമ്മളായിട്ട് മാറ്റാതിരുന്നാൽ മതി. എത്ര എതിർപ്പ് വന്നാലും, ആരൊക്കെ എതിരെ നിന്നാലും, എത്ര പ്രശ്നങ്ങൾ വന്നാലും, എത്ര പരാജയ ഭീതി നിഴലിട്ട് നിന്നാലും നിങ്ങളൊന്ന് ചകഞ്ഞെടുത്തേ, ഒന്ന് ഓർത്തു നോക്കി, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്, അതേ നടക്കുള്ളൂ. അത് നാം മറന്നുപോയാൽ നമുക്കയ്യോ കഷ്ടം. നാം മറക്കാതെ ദൈവത്തോട് ഈ കഷ്ടങ്ങളുടെ നടുവിൽ അത് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഭയം മാറിപ്പോകും, വഴി തിരിയും. 400 പേരുമായിട്ട് ഏശാവ് എന്തിനു വന്നോ ആ ചിന്താഗതി ദൈവം മാറ്റി. എന്നിട്ട് കെട്ടിപ്പിടിച്ച് പുളകതിരായി ഒരു മനസ്സോടെ സഹോദര ബന്ധം വീണ്ടെടുത്ത് തിരിച്ചു പോകത്തക്ക രീതിയിൽ കാര്യങ്ങളെ നീക്കിയത് വാഗ്ദത്തങ്ങളിലെ ഉറപ്പും അതിനായിട്ടുള്ള പ്രാർത്ഥനയാണ്.
അവിശ്വാസത്തോടെ ഭയപ്പെട്ട് എത്ര പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ഫലിക്കണമെന്നില്ല. വിശ്വാസത്തോടെ ദൈവം പറഞ്ഞത് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ സ്വർഗം അത് ചെയ്യും. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കട്ടെ, വാഗ്ദത്തങ്ങൾ മറക്കരുത്. ഭീതിയുടെയും ഭയത്തിൻ്റെയും നടുവിൽ ഏറ്റവും നാം ഓർക്കേണ്ടത് ദൈവം നമ്മോട് എന്ത് പറഞ്ഞു, പിശാച് എന്ത് പറഞ്ഞു, ലോകം എന്ത് പറഞ്ഞു, നാട്ടുകാരെന്ത് പറഞ്ഞു, വീട്ടുകാരെന്ത് പറഞ്ഞു, ആരൊക്കെ വെല്ലുവിളിച്ചു, ആരൊക്കെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു, അതല്ല കേൾക്കേണ്ടത്. ദൈവം എന്ത് പറഞ്ഞു. അതിനായി നമുക്കൊരുങ്ങാം, അത് തന്നെ പറയാം, അത് വിശ്വസിക്കാം, അത് വെച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ വരുന്ന പ്രശ്നങ്ങളെ ദൈവം മറ്റൊന്നാക്കി മാറ്റും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവെഴുത്തിൽ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ദൈവിക വാഗ്ദത്ത വാക്കുകൾക്കായിട്ട് സ്തോത്രം. മനുഷ്യൻ പലതിനെയും ഭയപ്പെടും. ഞങ്ങളൊക്കെ ചില ദിവസങ്ങളെ, ചില കാര്യങ്ങളെ, ചില മുന്നിൽ കാണുന്ന വിഷയങ്ങളെ ഭയപ്പെടാറുണ്ടപ്പാ. പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞതൊക്കെ ഞങ്ങൾ മറന്നുപോകും. അതുകൊണ്ട് ഞങ്ങളുടെ കരച്ചിലും കണ്ണീരും അധികമാകും. എന്നാൽ യാക്കോബ് ഓർത്തിരുന്നു, ആരൊക്കെ എതിരെ വന്നാലും എന്നോടെൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നന്മ ചെയ്യാം, എൻ്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് വർദ്ധിപ്പിക്കാം. ഈ വാക്കിൽ പിടിച്ചു കയറിയ ആ മനുഷ്യനെ പോലെ ഞങ്ങളോട് ദൈവം പറഞ്ഞതിൽ മുറുകെ പിടിച്ചു നിൽപ്പാൻ കൃപ തരണം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ആത്മവീര്യവും ധൈര്യവും പകരണം. വാഗ്ദത്തങ്ങളിൽ ഞങ്ങളെ നിർത്തുന്ന ദൈവത്തിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ.